രക്ഷിതാവ് എത്തിയിട്ടില്ല. ഇവാന എത്തിയിട്ടുണ്ട്. ഇവാനെയും ഇവാനയുടെ രക്ഷിതാവിനെയും സനീഷിനെയും കൊല്ലത്തയിലെ സനീഷിൻ്റെ മകളാണ് ഇവാന. സ്നേഹത്തോടുകൂടി സഹോദരൻ ചെയ്യുകയാണ്. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് ഇവാനയ്ക്ക് ഈ ഒരു അവാർഡ് അബൂബക്കർ ലിറ്റിൽ ജീനിയസ് അവാർഡ് ഇവാന സ്വീകരിക്കുകയാണ്. നവാമിയുടെ അമ്മയും കൂടി വേദിയിലേക്ക് ലിറ്റിൽ ജീനിയസ് അവാർഡ് നേവി അബൂബക്കർ ലിറ്റിൽ ജീനിയസ് അവാർഡ് നവാമിക കെ.സി. ആരാധനായ ചെയർമാൻ കെ.പി. ആസിമിനെ സ്വീകരിക്കുകയാണ്. അടുത്തതായി ദേവിക കെ.പി. ദേവികയുടെ അമ്മയും അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. ദേവികയോടൊപ്പം ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് ദേവികയുടെ അമ്മയെയും അച്ഛനെയും കൂടി ക്ഷണിക്കുകയാണ്. നേവി അബൂബക്കർ ലിറ്റിൽ ജീനിയസ് അവാർഡ് ദേവിക കെ.പി. ആരാധനായ മുനിസിപ്പൽ ചെയർമാൻ കെ.പി. ആഷിമിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അടുത്തതായി ഈ വർഷം അൽ മാഹിർ സ്കോളർഷിപ്പ് അറബിക് അൽ മാഹിർ സ്കോളർഷിപ്പ് ജേതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് മെഡൽ വിതരണമാണ്. ഹാനിഫ് അഹമ്മദിൻ്റെ ഉമ്മയും കൂടി ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. ഹാനിഫ് അഹമ്മദ് രക്ഷിതാക്കളെ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. കാരണം രക്ഷിതാക്കളുടെ പിന്തുണ, ഞങ്ങളുടെ പോലെ തന്നെ രക്ഷിതാക്കളുടെ പിന്തുണയും കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കള് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായും തെരഞ്ഞ കൈയ്യടിയോടുകൂടി നമുക്ക് ഹാനിഫിനെയും ഹാനിഫിൻ്റെയും അമ്മയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തായി ഹംദാൻ മുഹമ്മദിൻ്റെ അമ്മയും രക്ഷിതാക്കളെ ക്ഷണിക്കുകയാണ്. മൊബിശ്ര അടുത്തോടെ അവിടെ മൊബിശ്രയുടെയും മകളാണ് ഇബ്രാഹിമിൻ്റെ ഇബ്രാഹിം അൽ മാഹിർ സ്കോളർഷിപ്പ് ജേതാവാണ്. അറബിക്ക് അൽ മാഹിർ സ്കോളർഷിപ്പ് ജേതാവ്. നിറഞ്ഞ കൈയ്യടിയോടും കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഹാനിഫ് അഹമ്മദ്. ഈ ഒരു മഹത്തായ ചടങ്ങിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഇബ്രാഹിം ക, ഈ ഒരു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത പാനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ഹാഷിം ക, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, എലാങ്കോട് സെൻട്രൽ LP സ്കൂൾ 2024-25 അധ്യയന വർഷം വിജയകരമായി പൂർത്തിയാക്കി. പാഠ്യേതര രംഗത്ത് വമ്പിച്ച മുന്നേറ്റം നടത്തിയ വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. ജൂൺ 3-ന് നവാഗതരായി എത്തിയ കുരുന്നുകളെ കിരീടവും സമ്മാന കിറ്റും നൽകി പ്രവേശനോത്സവം അവിസ്മരണീയമാക്കി. കുട്ടികളുടെ നൃത്തവും മാറ്റങ്ങളിലൂടെ രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. സ്കൂളിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിന് 2024-25 വർഷത്തേക്കുള്ള ചുമതലാ വിഭജനം നടത്തി. SRG കൺവീനറായി സിസിലി ടീച്ചറെയും സ്റ്റാഫ് സെക്രട്ടറിയായി ഷമീല ടീച്ചറെയും തെരഞ്ഞെടുത്തു. കുട്ടികളുടെ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി LSS എഴുതുന്ന കുട്ടികൾക്കായി പ്രത്യേക പരിശീലനവും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കൂട്ടുകാർക്കായി വൈകുന്നേരം 3:30 മുതൽ 4:30 വരെ പ്രത്യേക പരിശീലനവും നൽകിയിരുന്നു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ബഷീർ ദിനം, ചാന്ദ്രദിനം, സ്വാതന്ത്ര്യ ദിനം, കേരള പിറവി ദിനം തുടങ്ങി ഓരോ ദിനാചരണങ്ങളും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളോടെ ആചരിച്ചു. ക്വിസ്, പതിപ്പ് നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, വായനാക്കുറിപ്പ് തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും അക്കാദമിക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി അതിനനുസൃതമായ പദ്ധതികളാണ് നിർവഹിച്ചു വന്നത്. മാതൃഭാഷയോടൊപ്പം ഇംഗ്ലീഷിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ലൈബ്രറിയുടെ നേരനുഭവം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൈരളി വായനശാല കുട്ടികൾ സന്ദർശിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. വായനശാലയിലെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകി വരുന്നു. പാനൂർ സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഇത്തവണയും മികച്ച വിജയമാണ് വിദ്യാലയം നേടിയത്. 68ഓളം വിദ്യാലയങ്ങൾ മത്സരിച്ച പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ വിദ്യാലയം ഓവറോൾ 4ാം സ്ഥാനം കരസ്ഥമാക്കി.
പ്രൊഡക്റ്റ് യൂസിംഗ് വേസ്റ്റ് മെറ്റീരിയൽ മത്സരത്തിൽ ഫാത്തിമ ടിവിക്ക് 1ാം സ്ഥാനം നേടി. പേപ്പർ ക്രാഫ്റ്റ് ഇനത്തിൽ ആയിഷ ഫൈസ 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിലും മികച്ച വിജയമാണ് നാം നേടിയെടുത്തത്. ഇവാന, ദേവിക എന്നിവർ എംബ്രോയിഡറി, പേപ്പർ ക്രാഫ്റ്റ് എന്നിവയിൽ 3ാം സ്ഥാനം നേടി. ശാസ്ത്രമേളയിലും സാമൂഹ്യ ശാസ്ത്രമേളയിലും ഗണിത മേളയിലും മികച്ച വിജയമാണ് നമ്മുടെ വിദ്യാലയം നേടിയെടുത്തത്. ഈ വർഷത്തെ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിക് കലാമേളയിലും അഭിമാനാർഹമായ നേട്ടം തന്നെയാണ് സ്കൂൾ നേടിയെടുത്തത്. ജനറൽ വിഭാഗത്തിൽ ഓവറോൾ സെക്കൻഡ് റണ്ണറപ്പും അറബിക് കലാമേളയിൽ ഓവറോൾ 4ാം സ്ഥാനവും നേടി. LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി സ്കൂൾ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. യെല്ലോ, ബ്ലൂ, ഗ്രീൻ ഹൗസുകളായി കുട്ടികൾ മാറ്റുരച്ചു. രക്ഷിതാക്കൾക്കുള്ള മത്സരവും ഉണ്ടായിരുന്നു. കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പും ഈ വർഷം സംഘടിപ്പിച്ചു. നാടൻ പാട്ട്, അഭിനയം, ഈസി ഇംഗ്ലീഷ്, ഒറിഗാമി തുടങ്ങി വിവിധ സെഷനുകളാൽ സമ്പുഷ്ടമായിരുന്നു ക്യാമ്പ്. സ്കൂൾ ജനറൽ PTA-കളും ക്ലാസ് PTA-കളും കൃത്യമായ ഇടവേളകളിൽ ചേരുകയും ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്തു വരുന്നു. സയൻസ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, ഹരിത ക്ലബ്, ഗണിത ക്ലബ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. രക്ഷിതാക്കളെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഓണാഘോഷ പരിപാടികൾ ഇത്തവണ നടത്തി. ഓണക്കളികളും ഓണസദ്യയും ഏറെ കേമമായിരുന്നു. കുട്ടികളിലെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ കൃത്യമായ ഇടവേളകളിൽ ബാലസഭയും സംഘടിപ്പിച്ചു വരുന്നു. മുഴുവൻ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കാറുണ്ട്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഒരുപോലെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ വിവിധ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. അക്കാദമിക മികവിന്റെ സാക്ഷ്യപത്രമായ LSS പരീക്ഷയിൽ ഇത്തവണയും മികച്ച വിജയമാണ് നമ്മുടെ വിദ്യാലയം നേടിയെടുത്തത്.